എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ട പോലെ നമ്മുടെ ഹോം മെയ്ഡ് ഗ്ലിറ്റർ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഒരു 6 മെത്തേഡ്സിൽ നമ്മൾ ഗ്ലിറ്റർ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ടുള്ള ഗ്ലിറ്ററുകളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഏതൊക്കെയാണ് നല്ല മെത്തേഡ്സ്, ഏതൊക്കെയാണ് പറ്റാത്തത് എന്നൊക്കെ കാണിക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ 6 മെത്തേഡ്സ് ഉണ്ട്, എല്ലാവരും കാണുക. നമുക്ക് വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ഫസ്റ്റ് മെത്തേഡിന് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ സോൾട്ടാണ്, അതായത് ഉപ്പ്. നമ്മുടെ കറിക്ക് യൂസ് ചെയ്യുന്ന ഉപ്പാണ്. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ നമ്മുടെ ആക്രിലിക് പെയിൻറ് അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻറ് നമ്മൾ ഇതിലോട്ട് മിക്സ് ചെയ്ത് ചേർക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ഭാഗത്തും നന്നായിട്ട് വരുന്ന വിധത്തിൽ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് ചേർക്കുക. കൈകൊണ്ട് മിക്സ് ചെയ്യാം, അതല്ലെങ്കിൽ ഇതുപോലെ ഒരു ബൗളിൽ ഇട്ടിട്ട് ഇതുപോലെ മിക്സ് ചെയ്യാം. ഇനി കുറച്ചും കൂടെ ഗ്ലേസിങ് കിട്ടാനായിട്ട് നമ്മൾ ഇതിലോട്ട് ആക്രിലിക് പൗഡർ ചേർക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ പേൾ മെറ്റാലിക് ഗോൾഡ് എന്ന് പറഞ്ഞ പെയിന്റ് ഉണ്ടല്ലോ, ഇത് കുറച്ച് ചേർത്ത് കൊടുത്താലും മതി. മെറ്റാലിക് ഗോൾഡ് അല്ലെങ്കിൽ ബ്രോൺസ് ഒക്കെ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ ഒരു ഗ്ലോസി ലുക്ക് അല്ലെങ്കിൽ ഗ്ലേസ് ഒരു എഫക്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. ഓപ്ഷണൽ ആണ് ഇത്. ആക്രിലിക് പൗഡർ കൂടി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇല്ലാതെ ആയാലും നല്ലതാണ്. കൂടുതൽ നമുക്ക് ഷൈനി ആയിട്ട് നിൽക്കണമെങ്കിൽ നമുക്ക് ഈ ആക്രിലിക് പൗഡർ ചേർക്കുന്നത് നല്ലതാണ്. അത്രേ ഉള്ളൂ. ഇനി എല്ലാം ചേർത്ത് എല്ലായിടത്തും നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിലോട്ട് ഇതിനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പ്ലാസ്റ്റിക് കവർ അല്ലെങ്കിൽ നമ്മളുടെ ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് പ്ലേറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതിലായാലും ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കണം. എന്തിനാ പ്ലാസ്റ്റിക്കിൽ ഇടുന്നത് വെച്ചാൽ പേപ്പറൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ കളർ അബ്സോർബ് ആവും. അതുകൊണ്ടാണ് ഇതുപോലെ പരത്തി വെച്ചിട്ട് നമ്മൾ ഇതിനെ നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടി വിട്ടു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡ്രൈ ആയി വന്നതിന് ശേഷമുള്ള എഫക്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ഷൈനിങ് ഒക്കെയാണ്. പക്ഷെ കണ്ടോ നിങ്ങൾ, ഇതിൻ്റെ കളറ് ഫുള്ള് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വിൻ്ററാണ്, നല്ല വിൻ്ററാണ്. അപ്പോൾ മോയ്സ്ചർ കണ്ടന്റ് കൂടുതലായതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമുക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്ത് നമ്മളുടെ എന്തെങ്കിലും ആർട്ട് ചെയ്തിട്ട് അതിൽ വാർണിഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അല്ലെങ്കിൽ ഇത് അത്ര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് 6 മാർക്ക് ഔട്ട് ഓഫ് 10 കൊടുക്കാം നമുക്ക്. ഇനി സെക്കൻഡ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ അലുമിനിയം ഫോയിലാണ് കേട്ടോ. അതായത് നമ്മുടെ റാപ്പിംഗ് ഒക്കെ ചെയ്യുന്ന ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ, അതാണ്. അത് നമ്മൾ എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഏത് അളവിലാണെങ്കിൽ എടുക്കാം. യൂസ് ചെയ്തത് മതി, പുതിയത് വേണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ റാപ്പ് ചെയ്ത പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഇതെടുത്തിട്ട് നമ്മൾ ഇതിനെ കട്ട് ചെയ്യാണ്. അപ്പോൾ ഒന്ന് വിരിച്ചിട്ടിട്ട് ചുളിവുകളൊക്കെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ ഫൈനൽ പ്രോഡക്റ്റിൻ്റെ റിസൾട്ട് കിട്ടാൻ നല്ലത്. ഇതിപ്പോൾ ഇങ്ങനെ പിടിച്ച് കട്ട് ചെയ്ത് എടുക്കാം. നമ്മളുടെ കയ്യിൽ ഒരു നമുക്ക് കൊള്ളാവുന്ന ഒരു തിക്നെസ് വരുന്ന വിധത്തിൽ നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് ചെറുതാക്കാം ഇതുപോലെ. അപ്പം ഞാനിപ്പോൾ ഈ ഒരു അളവിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എല്ലാം കൂടെ കൂട്ടി പിടിച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഒരു ഭാഗം നമ്മൾ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് എല്ലാ ഭാഗവും ലെവലായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അതിനിങ്ങനെ ചെറിയ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്യാണ്. താഴെ ഒരു പേപ്പർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ നമുക്ക്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറിയ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്യുക. എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും നമ്മുടെ ഫൈനൽ റിസൾട്ട് നന്നായിരിക്കും. അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സ്ട്രിപ്പുകളെല്ലാം അതും കൂട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാ സ്ട്രിപ്പും എടുത്ത് നമ്മളിങ്ങനെ കൂട്ടിപ്പിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ഇങ്ങനെ ചെറിയതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പൊടിയായി കട്ട് ചെയ്തെടുക്കുക. താഴെ നമുക്ക് ഇതുപോലത്തെ പ്ലേറ്റുകളോ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര ഫൈനായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ഫൈനായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് കുറച്ചും കൂടെ ചെറുതാക്കണം തോന്നുകയാണെങ്കിൽ ഇതുപോലെ കയ്യിലോട്ടോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ ഇട്ടിട്ട് കയ്യിൽ വെച്ചിട്ട് ഈ സിസേഴ്സ് വെച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഒന്നും കൂടെ നമുക്ക് ചെറുതായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിത് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നോക്കാം, നമുക്ക് ടെസ്റ്റിംഗ് എങ്ങനെയുണ്ട് എന്ന് നോക്കണ്ടേ നമുക്ക്. ഓക്കെ, അപ്പോൾ ഫൈനൽ റിസൾട്ട് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും, നല്ല ഷൈനിങ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇത് നല്ല രസമാണ് കാണാനായിട്ട്. നമ്മുടെ ഗ്ലിറ്ററിൻ്റെ അത്ര തിക്നെസ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ നല്ല സൂപ്പറായിട്ട് ഇത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. ഇതിന് ഞാനൊരു 9 മാർക്സ് എന്തായാലും കൊടുക്കുന്നതാണ്.
9 ഔട്ട് ഓഫ് 10. അപ്പം ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇതുപോലത്തെ ബോട്ടിൽസ് ചെറുത് മേടിക്കാൻ കിട്ടും, അതിലാണ് സ്റ്റോർ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ബോട്ടിലുണ്ടെങ്കിൽ അതിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അതല്ലെങ്കിൽ നമുക്ക് സിപ്ലോക്ക് കവറോ പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ പേപ്പറിൽ റാപ്പ് ചെയ്ത് വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇത്. ഇനി ഇതുപോലത്തെ ഇത് ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുത്താണ് അലുമിനിയം ഫോയിൽ. അത് പക്ഷേ ഇങ്ങനെ ബീഡ്സ് പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് മെത്തേഡ്. ഇനി നമ്മുടെ തേർഡ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ തേർഡ് മെത്തേഡിന് വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സാൻഡ് അല്ലെങ്കിൽ നമ്മുടെ മണലാണ്. ഇതിലോട്ട് നമ്മൾ നമ്മുടെ അക്രിലിക് കളർ അല്ലെങ്കിൽ ഫാബ്രിക് കളർ യൂസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കളർ അക്രിലിക് കളറിന് പകരമായിട്ട് നമുക്ക് നമ്മളുടെ ഹോം മെയ്ഡ് പെയിൻറ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതുപോലത്തെ ഹോം മെയ്ഡ് പെയിൻറ്റുകൾ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് എല്ലാ ഭാഗത്തും ഈ കളർ ആവുന്ന വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കൈ വെച്ച് മിക്സ് ചെയ്താണ് നല്ലത്. കൈ വെച്ച് ഇപ്പോൾ ഈ കാണുന്ന പോലെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ എന്താ പറയുക മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ അക്രിലിക് പൗഡർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഗ്ലേസ് വേണമെന്ന് തോന്നുവാണെങ്കിൽ. ഓക്കെ, നമ്മൾ പക്ഷേ ഇന്നിവിടെ ആ ഗോൾഡ് ചേർക്കാതെ നമ്മുടെ കളർ മാത്രമായിട്ടാണ് ചേർക്കുന്നത്. ഇനി ഇത് നമുക്ക് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മളിത് നന്നായി ഉണക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഇതുപോലെയാണ് ഇരിക്കുന്നത് നമ്മളുടെ സാൻഡ്. നമുക്ക് കുറച്ച് കട്ട പോലെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്ട്രെയിനർ എടുത്തിട്ട് അതിൽ സ്ട്രെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എത്ര ചെറിയ അരിപ്പയുണ്ടോ അത്രയും ചെറിയ അരിപ്പയിൽ നമുക്ക് അരിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കട്ട ഇങ്ങനെ കൈകൊണ്ട് ആ സ്ട്രെയിനറിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ താഴോട്ട് നമുക്ക് നല്ല ഫൈൻ പൗഡർ താഴെ വീഴുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ ഞാൻ ഫുള്ള് അത് കട്ട ഉടച്ച് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും ഇത് സാൻഡ് ആയതുകൊണ്ട് തന്നെ ഇതിൽ എക്സ്ട്രാ ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും നല്ല രസകരമായിട്ട് ഇത് നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ബോട്ടിലോട്ട് മാറ്റാം. ഓക്കെ, ഇതിന് നമുക്കൊരു 9 ഔട്ട് ഓഫ് 10 മാർക്ക് കൊടുക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ലൊരു ഗ്ലിറ്ററാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് മെത്തേഡ് നമ്മൾ നോക്കാം. ഈ മെത്തേഡിന് നമ്മൾ സാൻഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ഉജാല, അതല്ലെങ്കിൽ നമ്മളുടെ ക്ലോത്തിലൊക്കെ വൈറ്റനിങ്ങിന് മുക്കില്ലേ ആ ഒരു ഉജാലയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സ്പൂണ് കൊണ്ട് വേണമെങ്കിൽ മിക്സ് ചെയ്യാം, അതല്ലെങ്കിൽ കൈ കൊണ്ട് മിക്സ് ചെയ്യാം. നമ്മൾ ഉജാല കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് നല്ലത് നമ്മൾ ഒരു ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉജാലയുടെ നമ്മളുടെ കയ്യിൽ ആ ഒരു കളർ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രൈ ആവാൻ വിടാം. ഇതിന് ശേഷം നമുക്ക് റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ ഉജാലയും നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കളർ കൊടുത്തേക്കാളും ഭംഗിയായിട്ടാണ് ഈ ഒരു ഉജാലയുടെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അക്രിലിക് പൗഡറോ അല്ലെങ്കിൽ ഗോൾഡ് മെറ്റാലിക് ഗോൾഡും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഗ്ലേസ് ആയിട്ട് കിട്ടും കേട്ടോ. അത് ഓപ്ഷണലാണ്. അപ്പോൾ ഇതും നല്ലൊരു ഇതാണ്. ഇതിന് ഒരു 9 ഔട്ട് ഓഫ് 10 മാർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് മെത്തേഡ് നോക്കാം. അതിനായിട്ട് നമ്മൾ ഇവിടെ എടുക്കുന്നത് എക്സെല്ലാണ്. എക്സെൽ എടുത്തിട്ട് നമ്മളിത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. കേട്ടോ, നന്നായിട്ട് ഞാനിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം സ്ട്രെയിനർ വെച്ചിട്ട്. എന്തിനാണ് ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കുറച്ച് ഷെല്ലൊന്നും പൊടിയാത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്ട്രെയിൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് സ്ട്രെയിൻ ചെയ്തതിൻ്റെ പൗഡർ മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് നമ്മുടെ ടെമ്പറ പെയിൻ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിന് പകരമായിട്ട് നമ്മുടെ അക്രിലിക് പെയിൻറ്, ഫാബ്രിക് പെയിൻറ്, പോസ്റ്റർ കളേഴ്സ് ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാണ് നമ്മൾ എല്ലാതും നന്നായി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ പോലെ ഡ്രൈ ആക്കാൻ വെക്കുകയാണ്. അപ്പോൾ അതാ നമുക്ക് ഡ്രൈ ആയി വന്നതിന് ശേഷമുള്ള എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് നമ്മുടെ എക്സെൽ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് കട്ട പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ കണ്ട നല്ലതായിട്ട് കട്ട പിടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കൈ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ പിരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ എക്സെല്ല് കളർ ചെയ്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. കളർ ചെയ്ത് ഉണക്കിയിട്ട് പൊടിച്ചെടുത്താൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കട്ട പിടിക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. ഇത് നമ്മൾ ഈ കട്ട മാറ്റാനായിട്ട് നേരത്തെ നമ്മളുടെ സാൻഡ് ചെയ്തല്ലോ അതുപോലെ തന്നെ നമ്മളിതാ ഈ ഒരു ഇതിൽ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് കുഴപ്പമില്ല, പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് ഷൈനിങ് ഇല്ല ഇതിന്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഷൈനിങ് ആക്കാൻ നോക്കാം നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആക്രിലിക് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതില്ലെങ്കിൽ ഗോൾഡ്
പേൾ മെറ്റാലിക് ഗോൾഡ് പെയിൻറ്റ് ചേർത്താലും മതി കേട്ടോ. ഇതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല ഗ്ലേസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല ഒരു സിൽവർ ഡസ്റ്റ് പോലെ, ഐ മീൻ സിൽവർ ഗ്ലിറ്റർ പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഈ ഒരു ടെമ്പറ പെയിൻ്റ് ആയതുകൊണ്ട് 8 മാർക്കാണ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് മെത്തേഡിന് നമുക്ക് ഇതുപോലത്തെ റാപ്പിംഗ് പേപ്പേഴ്സ് അല്ലെങ്കിൽ ബിസ്ക്കറ്റിൻ്റെ കവറുകൾ, ചോക്ലേറ്റ് കവറുകൾ, ഇങ്ങനത്തെ കവറുകളൊക്കെ യൂസ് ചെയ്യാം. നമ്മൾ ഗിഫ്റ്റ് റാപ്പിംഗ് പേപ്പേഴ്സോ അങ്ങനെയുള്ള എന്ത് കവറുകളും യൂസ് ചെയ്യാം. അതായത് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്ന ടൈപ്പ് ഓഫ് കവർ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കവർ കട്ട് ചെയ്തെടുത്തു. ഇതിലിപ്പോൾ ഈ ഒരു റെഡ് കളർ ഉള്ളത് കൊണ്ട് ഞാൻ ഈ റെഡ് കളർ മാറ്റിയിട്ട് ഗോൾഡ് മാത്രമായിട്ട് പീസസ്, ഗോൾഡ് കളർ വരുന്ന പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ അലുമിനിയം ഫോയിൽ ചെയ്ത പോലെ തന്നെയാണ്, സെയിം മെത്തേഡാണ് ചെയ്യുന്നത്. ഇതുപോലെ കട്ട് ചെയ്ത് ഒരു പീസസ്, ഒരു എന്താ പറയുക, കുറച്ചധികം പീസസ് ഇങ്ങനെ വെച്ചിട്ട് ചെറിയ ചെറിയ സ്ട്രിപ്സ് ആക്കി കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം ഫോം ഷീറ്റിൽ ചെയ്തപ്പോൾ ഇതുപോലത്തെ കവർ കൊണ്ട് ചെയ്തതായിരുന്നു. അത് റെഡ് കളർ ഗ്ലിറ്റർ കൊടുത്തത്. അപ്പോൾ അതിൽ കാണാം പല കളേഴ്സ് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ കവറൊക്കെ ആകുമ്പോൾ പല കളേഴ്സ് എടുത്ത് കാണിക്കും കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നമുള്ളത്. പക്ഷേ നമുക്ക് അടുത്ത് കാണുമ്പോൾ മാത്രമാണ് ആ ഒരു പല കളേഴ്സ് ആവുള്ളൂ കേട്ടോ. അതായത് നമ്മൾ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തു, അതിനുശേഷം അതിനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇത് നമ്മളൊരു കവറിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിന്മേലോ അല്ലെങ്കിൽ പ്ലേറ്റിലോ കട്ട് ചെയ്തിടുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തു. ഇനി അതിന് ശേഷം നമുക്ക് ഒന്നുകിൽ നമ്മളുടെ കൈമ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ ഒരു പേപ്പറിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഫൈൻ പൗഡറായിട്ട് കിട്ടും. അതുപോലെ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇത്. കണ്ടോ, ഈ ഒരു ബ്ലൂ കളർ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റിംഗ് റിസൾട്ട് എന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ, ഇത് നമ്മളെടുക്കുന്ന കവറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ ഒരു ബ്ലൂ കളറിൽ ഇത് നല്ല ഭംഗിയുണ്ട്, പക്ഷെ 2 കളറായിട്ടാണ് ഇതിരിക്കുക. ബ്ലൂ ആൻഡ് സിൽവർ കളർ എന്തായാലും ഉണ്ടാവും. നമ്മൾ എടുക്കുന്ന കളറിന് 2 കളറായിട്ടാണ് ഇതിരിക്കുക കേട്ടോ എപ്പോഴും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കിയെല്ലാം നല്ലതാണ് കേട്ടോ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിനൊരു 7 മാർക്സാണ് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഷോപ്പിലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു 6 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ സാധനം നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് ഇതുപോലത്തെ സിപ്ലോക്ക് കവേഴ്സ്, ഇതിലാണ് ഞാൻ സാധാരണ സ്റ്റോർ ചെയ്യാറ്. അല്ലെങ്കിൽ നമ്മുടെ പഴയ ഗ്ലിറ്ററിൻ്റെ കവറുകൾ, ഇതിലൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം, നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഹോം മെയ്ഡായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫോം ഷീറ്റാണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഗ്ലിറ്റർ നമ്മൾ ഹോം മെയ്ഡ് ഗ്ലിറ്ററാണ്. ഇതിൽ കണ്ടതില്ല ഒരു ഷെയ്ഡ്, 2 ഷെയ്ഡുകളായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് പല ക്രാഫ്റ്റിനും ഇതുപോലെ ഗ്ലിറ്റർ മേടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്തിട്ട് നമുക്ക് ഗ്ലിറ്റർ പൗഡർ ഉണ്ടാക്കിയെടുക്കാം. ഇതിലേതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയത് നമ്മളുടെ സാൻഡ് വെച്ചിട്ടുള്ളതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും മെത്തേഡ്സ് ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീണ്ടും വരുമ്പോഴേക്കും ബൈ ബൈ, താങ്ക് യു ഓൾ.